ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫൈനലി ഗൈസ് ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ എൻ്റെ ലൈഫിൽ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് നസീറിന് എന്താ പറയാനുള്ളത്? ചെറുപ്പം മുതലേ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് സക്സസ് ആയത് അല്ലേ? ചെറുപ്പം ഞാനും നസീറും ഈ ഒരു സംഭവം തുടങ്ങിയത് ഞാൻ ഇത്രയോ 3ാം ക്ലാസ് നാലിനാണ് ഞാൻ ഈ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എടുക്കാൻ. ഏകദേശം നല്ല ഇയറായി. ഞാൻ ഫസ്റ്റ് 3ാം ക്ലാസ് അല്ല 4ാം ക്ലാസ് ആ ഒരു സമയത്താണ് ഈ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ഇറങ്ങുന്നത്. 3ാം ക്ലാസ് 4ാം ക്ലാസ് എന്നിട്ടായിട്ട് ഇവിടുന്ന് ഒരു മൈക്രോ മാച്ച് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൈക്രോ മാച്ചിനാണ് സ്റ്റാർട്ടിങ്. എന്നിട്ടായിട്ട് മല്ലേ ഞാൻ നസീറിൻ്റെ അവിടെ വീട്ടിൽ എൻ്റെ മാമൻ്റെ വരെയാണ് അവിടെ നസീറിൻ്റെ വീട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ പോയി ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ നസീറാണ് എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തും സംബന്ധിച്ച് എനിക്ക് എന്തും അറിയില്ല. നസീറാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നിരുന്നതും അതേപോലെ തന്നെ എൻ്റെ ക്യാമറ പിടിക്കാനും. ഞാനും നസീറാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. എടാ നമുക്ക് ഇങ്ങനത്തെ യൂട്യൂബ്, അത് ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ കാര്യങ്ങൾ തുടങ്ങിയാലോ, അങ്ങനെ ആ ഒരു സംതിങ് ആണ് ഞാൻ നസീർ ഫസ്റ്റ് ഒരു ടോക്ക് ഇട്ടായിരുന്നു. മാഗി ചലഞ്ച് അങ്ങനത്തെ കുറേ സംഭവം നമ്മള് ഇത് ട്രൈ ചെയ്ത് മാക്സിമം നമ്മളെ കളിയാക്കാൻ കുറേ ആളുടെ കളിയാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എൻ്റെ നാട്ടിലായാലും ഇവന്റെ നാട്ടിൽ ഇവന്റെ കുറച്ച് സപ്പോർട്ട് ഉണ്ട്, കുറച്ച് ഏകദേശം സപ്പോർട്ട് ഉണ്ട് ഇവന്റെ നാട്ടുകാർ. അപ്പോൾ ഇവിടെ എൻ്റെ നാട്ടിലാണെങ്കിലും ഭയങ്കര ഇതാണ്, നെഗറ്റീവാണ്. ഇപ്പോൾ ഒരു സാധനം കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ വന്നാൽ അപ്പം തന്നെ ഒരു നെഗറ്റീവ് അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അടിക്കുക. എടാ നിന്നെ കൊണ്ട് പറ്റൂലടാ, എടാ നിനക്ക് പറ്റിയ പണിയല്ല, അങ്ങനത്തെ ഒക്കെ കുറേ അനുഭവം ഞാൻ സഹിക്കേണ്ടി വന്ന് ഒടുവിൽ ഞാൻ നിർത്തിയില്ല. അപ്പം അങ്ങനെ നേരെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, വ്ളോഗ് ഇടാൻ തുടങ്ങി. മാക്സിമം വ്ളോഗ് ഇടാൻ തുടങ്ങി. 1K സബ്സ്ക്രൈബേഴ്സായി ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വലിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹാപ്പിയാണ്. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ആ സമയത്ത് ഈ ഷോർട്സ് കാര്യങ്ങളൊന്നും ഇല്ല, വ്ളോഗ് തന്നെ ഉള്ളു. അപ്പോൾ ആ സമയത്ത് ഈ 1K എന്ന് പറയുമ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ തോന്നി. അപ്പോൾ ഫൈനലി ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് 1 lakh above സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഓൾ സപ്പോർട്ട്. യുവർ എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു നിലയിലെത്തിയത്. അങ്ങനെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്, ഒടുവിൽ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. കാണിച്ച് ഇത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് പ്ലേ ബട്ടൺ. അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ എല്ലാവരോടും കുറേ ആളുടെ സപ്പോർട്ട് കാരണം നമുക്ക് ഒടുവിൽ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ്, എൻ്റെ നാട്ടിലുള്ള നരമ്പടിയിലുള്ള. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ക്ലബിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും അവിടെ. നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ നസീർക്ക് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഇതിൽ നമുക്ക് പറയാനുള്ളത്, എത്ര ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും എത്ര ആളെ നമ്മൾ ഇൻസൾട്ട് ചെയ്തെങ്കിലും പിന്മാറാതെ മുമ്പോട്ട് പോവാം. നെവർ ഗീവ് അപ്പ്. അതാണ് ഗൈസ്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, പിന്മാറാൻ പാടില്ല. ഒരിക്കലും രക്ഷപ്പെട്ട ഒരു കാര്യത്തിന് ഇറങ്ങിയ അത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മ മുമ്പിലോട്ട് തന്നെ. അതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ സാധനം കിട്ടാൻ കാരണം. നമ്മ ഹേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് പ്രശ്നമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞ് പലവിധ ഇൻസൾട്ടുകളും ഏറ്റുവാങ്ങി നമ്മ ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കിട്ടിട്ടില്ല. എല്ലാം നിങ്ങളെ സപ്പോർട്ട് കാരണം നമ്മൾ എത്തി. പിന്നെ നമ്മളെ ഒരു ഹാർഡ് വർക്ക് കാരണം നമ്മൾ എത്തി. എന്താ പറയാ അല്ലെ, നമുക്ക് റഷീദാണ് എൻ്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇവിടെ റഷീദ് ഇവിടെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് റഷീദിനോട് അവന്റെ അടുത്ത് നിന്നുള്ള എന്താ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. എനിക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ കുറെ ലേറ്റ് ആയിട്ട് വന്ന ഇടൊന്നല്ല, ഞാൻ പുണ്ടൂര് അങ്ങോട്ട് താഴെയുള്ള ഇവനെ നാട് കുറച്ച് അപ്പുറത്ത് വേറെ നാടാ. ഇവന്റെ നമ്മളെ നാട് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഇവന്റെ നാട്ടിലേക്ക് അപ്പുറം. ഞാൻ വളരെ ലേറ്റ് ആയിട്ട് വന്നത് ഇടയ്ക്ക്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചങ്ങായിപ്പാടായാല് ഫുള്ള് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ എന്നെ ഒരു വലിയ ചങ്ങായിപ്പാടായിട്ട് നിന്നത് ഓനോട്. അപ്പോൾ ഓൻ്റെ ഒക്കെ എന്നായി, പിന്നെ ഓൻ്റെ റീലെടുക്കും വീഡിയോ എടുക്കാനായി, പിന്നെ ഓൻ്റെ ഒക്കെ എന്നായി വീഡിയോ എടുക്കുന്നുണ്ട്. കുറച്ച് വീഡിയോ എടുക്കാനെല്ലാം അറിയും, വലിയ അറിയില്ല. അപ്പൊ റഷീദാണ് മാക്സിമം ഇപ്പോ എന്റെ വീഡിയോസ് ഒക്കെ എടുക്കാറ്. ഞങ്ങൾക്ക് ഇപ്പോൾ അതാണ് ഞാൻ ഹോണസ്റ്റ്ലി ആയിട്ട് ഞാൻ കാര്യം പറയാം. റഷീദ് ഇപ്പോൾ ഒരു മാസത്തേക്ക് ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, അവന് വേറെ പുറത്തു പോയിട്ടാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കുറേ ലാഗ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ഇവനെടുക്കുന്ന രീതി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വേറെ ആരെന്നൊന്നും സംബന്ധിച്ച് വേറെ ആരും ഞങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റോ അതേപോലെ തന്നെ ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ഷോട്ടോ ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് റഷീദിനെ വെയിറ്റ് ചെയ്ത് അൽഹംദുലില്ലാ റഷീദ് വന്നിട്ടുണ്ട്. അപ്പോൾ റഷീദൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു നിലയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് എത്തിക്കും. ഏകദേശം ഇപ്പോൾ ഇത്രയായി, ഇനിയും ഇൻഷാ അല്ലാഹ് എത്തിക്കും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കാരണം ഗൈസ് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. അപ്പോൾ സോ ഗൈസ് നമ്മൾ അവിടെ സൗദും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് അവിടെ പോയി നമുക്ക് അൺബോക്സ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മളെ പ്ലേ ബട്ടൺ ഇവിടെ അൺബോക്സ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ക്യാമറേൻ്റെ ബാക്കിൽ 2-3 ആൾക്കാർ. ഇവരുടെ പേരെന്ത് രണ്ടാളെ? സവാദും നിഹാലും. അപ്പോൾ സവാദും നിഹാലാണ് നമുക്ക് ക്യാമറ ഒക്കെ പിടിച്ച്. പിന്നെ ശരിയും പ്രത്യേകിച്ച് പറയാനുള്ളത്, അവനെ LC പിടിച്ചിട്ട് അവിടെ നിൽക്കാം. ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ സോ ഗൈസ്, അപ്പോൾ എന്താ പറയുക, കുറേ കളിയാക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് തന്നെ ആയാലും ഫ്രണ്ട്സിൽ നിന്ന് കുറച്ച് ആൾക്കാരായാലും കളിയാക്കിയിട്ടുണ്ട്, ഫാമിലി ആയാലും. അപ്പോൾ അവരുടെയൊക്കെ എനിക്കൊന്ന് പറയാനുള്ളൂ, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നില്ല, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരുടെ ലെറ്റർ ആണ്. ഇതാ അതിൽ കുറച്ച് എഴുതിയിട്ടല്ലേ ഉണ്ട്. ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു പ്ലേ ബട്ടൺ വേണം. അതേപോലെ തന്നെ എന്താ പറയാ, ഇൻഷാ അല്ലാഹ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. നിങ്ങളെ സപ്പോർട്ടാണ് മാക്സിമം വേണ്ടത്. എത്ര ക്ലാസ് തുടങ്ങിയ? ഫസ്റ്റ് 5ാം ക്ലാസ് അല്ല, അതിനായിട്ട് മുന്നേ ടിക്ടോക്ക് ഉണ്ട്, ഷോർട്ട് ഫിലിം ഉണ്ട്. ആദ്യം ടിക്ടോക്കിലല്ലേ സ്റ്റാർട്ട് ആക്കിയ? ടിക്ടോക്ക് ഫസ്റ്റ് ടിക്ടോക്കിലാണ് സ്റ്റാർട്ട് ആക്കിയത്. അപ്പോൾ ഇത് മൈക്രോമാക്സ്, ഒരു മൈക്രോമാക്സ് ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, ഈ സിൽവർ പ്ലേ ബട്ടൺ വരെ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവും, സപ്പോർട്ട് വിചാരിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഓക്കെ, നിങ്ങളോട് സപ്പോർട്ട് കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. സൗദിന്റെ ഒരു ഇൻട്രോവേർട്ടാണ് ഇവന്. അപ്പോൾ ഇവന് എവിടെയും സംസാരിക്കൂല, നമ്മളെ ഇടയിൽ മാത്രമേ ഇങ്ങനെ സംസാരിക്കുള്ളൂ. നിനക്ക് പറയാൻ സന്തോഷമുണ്ട്. സൗദ് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഞാനും ഷറാസാണ്. ഷറാസ് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. എനിക്കെന്താ ഈ ഒരു നിമിഷത്തിൽ പറയാം, എന്തില്ല, ഒരു സമയത്ത് നമ്മളെ ഡ്രീം ആഞ്ഞില്ലേ ഇത് അല്ലേ? അപ്പൊ സറാദിന് വളരെയധികം സന്തോഷം. സനാഫും ഞാൻ എന്റെ സ്കൂളിൽ നിന്നാണ് നമ്മൾ പരിചയം. +1 പരിചയം ഉണ്ടായിരുന്നില്ല, +2 പരിചയം. ഒരു സ്കൂളിൽ നിന്ന് ഒരു ഫ്യൂസ് ഊരിയയിലാണ് നമ്മള് ഭയങ്കര പരിചയമായത്. ചേച്ചിക്കാരിയത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂസിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. റീൽസ് ഫസ്റ്റ് ഒരു റീൽസ് ഞാൻ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് ഒരു റീൽസ് പ്ലാൻ ചെയ്ത്. അപ്പോൾ ബാക്ക് ബെഞ്ചിൽ എൻ്റെ ഇത് ഇപ്പുറത്ത് വന്നിട്ട് ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇവന്റെ പേര് പോലും അറിയില്ല. ആ സമയത്ത് ഇവനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഒന്നിച്ച് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഓഡിയൻസിനല്ല നമ്മളൊരു കോംബോ ഇഷ്ടപ്പെടാൻ തുടങ്ങി കുറേ ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കാരണം സനാഫുണ്ട്, അതാണ് സനാഫിന്റെ ഒരു മെന്റാലിറ്റി. അതാണ് അപ്പൊ ഗൈസ് സനാഫിന്റെ ആഗ്രഹം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് പ്ലേ ബട്ടൺ ഇതാണ്. ഇത് കഴിഞ്ഞ പിന്നെ ഇത് ഇൻഷാ അല്ലാഹ് വൺ ഡേ ഫസ്റ്റ് ഞാൻ അർഷാദ് റീൽസ് ഉണ്ടാക്കിയ ഫസ്റ്റ് ഞങ്ങൾക്ക് അർഷാദാണ് റീൽസ് എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചത് അർഷാദാണ്. അപ്പോൾ അർഷാദ് നിനക്ക് എന്താ പറയാ? സന്തോഷല്ലേ? വേറെ നിനക്ക് പറയാനുള്ളത് അപ്പൊ നെക്സ്റ്റ് നമുക്ക് അനീസ് ഒരു ബർക്കത്തല്ലേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് അനീസിനോട് ചോദിച്ചറിയാം. നിമിഷം ഫുള്ള് നിന്റെയാണ്. ഹാൻസം ആൻഡ് ഹംബിൾ അല്ലേ? ഇപ്പൊ ഈ പ്ലേ ബട്ടൺ അല്ലേ കൊണ്ടുവന്ന് ഇപ്പൊ നിന്റെ ഒരു മൈൻഡിൽ ബന്ധം കൊണ്ടുപോകല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ആക്കി നിനക്ക് എന്താ പറയാ? ഈ നിമിഷം നിനക്ക് എന്താ പറയാ? നിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് അല്ലെ? നിന്റെ ഡ്രീം ആണ്. പിന്നെ നെക്സ്റ്റ് നിനക്ക് 1 മില്യൺ ഗോൾഡൻ പ്ലേ ബട്ടൺ. അല്ലല്ല ക്യാപ്റ്റൻ ആക്കി ചിരിക്കാം. അള്ളാണ് ചിരിക്കാം. ഇനി നിന്നെ ഈ നാട്ടിൽ നല്ല ഉയരത്തിലേക്ക് എത്തിട്ട് നീ അണ്ണി ഒരു ഹാൻസം ആൻഡ് ഹമ്പിളാണ്. ആ ഹാൻസം ഗുസ്റൂനെ മിസ്സാണ്. അപ്പോൾ ഗൈസ് ഇതാണ് അജ്മൽ എഫക്റ്റ്. അജ്മലും ഞാനും പണ്ട് സുഹൃത്തായിരുന്നു, ഇപ്പോഴും സുഹൃത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് നമ്മൾ 1000 സബ്സ്ക്രൈബ് ഇങ്ങനെ ആക്കിയ നിമിഷം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് നേടുമ്പോൾ നിന്റെ ഒരു മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല ഹാർഡ് വർക്ക് പറയാം. കുറെ നാട്ടുകാരെല്ലാം നല്ല കഷ്ടപ്പെട്ടിന് വേറെ നാട്ടുകാർ കുറെ കളിയാക്കിട്ടായിരുന്നു സമയത്ത്. അപ്പൊ അത് മൈൻഡ് ചെയ്യാത്തോണ്ട് നമ്മൾ ഇങ്ങനെ എത്തി അല്ലെ? ഇവരൊക്കെ ഇൻട്രോവേർട്ടാണ്, ഇങ്ങനെ സംസാരിക്കില്ല ഇവരൊക്കെ ക്യാമറയുടെ എന്താ ഒഴിവാക്കി. അപ്പോൾ ഗൈസ് ഇതാണ് ഷെദീം. ആ ഷെദീം അതിലെ പോകുന്നതാണ് ഷെദീം. അവന് LC പിടിക്കുന്ന അവന് കോളേജിൽ ഇപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ.
ഷെദീം എൻ്റെ ഒരു കസിനാണ്, നമ്മൾ ഫാമിലീസാണ്. അപ്പോൾ ഷെദീമിനോട് നമുക്ക് എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞു. ആരെ എന്ത് ചെല്ലായില്ല. നെക്സ്റ്റ് 1 മില്യൺ അടിക്കട്ടെ. 1 മില്യൺ അടിക്കട്ടെ. ഗോൾഡൻ പ്ലേ ബട്ടൺ എടുക്കട്ടെ. ഓക്കെ. നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ്ങിലും ഇപ്പോൾ ഈ ഒരു സമയം കമ്പയർ ആക്കി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര തന്നെ മതി. ഇപ്പോൾ തന്നെ മുസമ്മിലുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഫ്രണ്ടും കൂടിയാണ്. പറയാനുള്ളത് പറയാനൊന്നുമില്ല. ഞാനോനും 8 ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. അപ്പയുണ്ട്, ചെക്കൻ ഹാർഡ് വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക, അത്രയേ ഉള്ളൂ പറയാൻ. നെക്സ്റ്റ് വലിയ രീതിയിൽ എത്തട്ടെ. സോ ഗൈസ്, ഈ വ്ളോഗൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ഇല്യാസ് വരുന്നുണ്ട്. ബാ. അപ്പോൾ മിസ്റ്റർ ഇല്യാസ് നമുക്ക് എപ്പോഴും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഇല്യാസ്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ് വാ അങ്ങോട്ടോ. ഇവിടെ നമ്മുടെ പ്ലേ ബട്ടൺ എങ്ങനെയുണ്ട്? നേടി ഇല്യാസ്, മിസ്റ്റർ ഇല്യാസ് നമുക്ക് അല്ല ഇനിയും സപ്പോർട്ട് വേണം ഇല്യാസ്. അപ്പോൾ ഇല്യാസ് ആണ് നമ്മൾ എപ്പോൾ റീൽസ് എടുക്കാൻ പ്ലാൻ ചെയ്താലും ഫസ്റ്റ് ഇല്യാസ് ഉണ്ടാവും. ഇവൻ്റെ തിരക്ക്, ഇവന് വേറെ കുറച്ച് വർക്കിലായിട്ട് തിരക്കൊക്കെ ഉണ്ടാവും. നമ്മൾ വീഡിയോസ് അതിന് അത്ര ഇൻട്രസ്റ്റ് നമുക്ക് ആ ഒരു സപ്പോർട്ട് ഇല്യാസ് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നുകൊണ്ടായിരുന്നു, ഇപ്പവും തന്നുകൊണ്ടുണ്ട്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. അത് ഞങ്ങൾക്ക് ഇല്യാസിനോട് വളരെയധികം പ്രൗഡാണ്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ റീൽസൊക്കെ എടുക്കാൻ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഒരു ഷൂട്ട് പ്ലാനൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഇല്യാസ് എടാ ഞാൻ ഇപ്പോൾ വരും, ആ ഒരു മൈൻഡാണ് ഇല്യാസിൻ്റെ. എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ. ഇല്യാസിൻ്റെയൊക്കെ സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ സോ ഗൈസ്, നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, മുമ്പ് സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ആക്കല്ലേ. അപ്പോൾ സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ലൈക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ട് ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തും. ഓക്കെ ബൈ ഗൈസ്.